ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഭീം ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് നമ്മുടെ ബ്രോഡ്ബാൻഡ് റീചാർജും കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. നേരെ നമുക്കെന്നാൽ ആപ്ലിക്കേഷൻ വീഡിയോയിലോട്ട് പോകാം. ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം തന്നെ ഭീം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ കഴിയും കേട്ടോ. ഭീമിൻ്റെ ഒരു ലോഗൊക്കെ ചെയ്ത് അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള എംപിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തൊരു ഇൻ്റർഫേസിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ മെയിൻ ഹോം പേജിലോട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ബിൽസ് എന്നുള്ളൊരു റീചാർജ് ഓപ്ഷൻസ് നമുക്ക് താഴെ കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു ഇൻ്റർഫേസിലോട്ട് പോകും കേട്ടോ. അതായത് നമുക്ക് മൊത്തത്തിലുള്ള ഒരു റീചാർജ് ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ റീചാർജ് എന്ന് കാണും. അതിന് താഴെയിട്ട് ഒരുപാട് ബിൽസ് ആൻഡ് റീചാർജിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്ക് വേണ്ടത് ആ റീചാർജ് എന്നുള്ള ഓപ്ഷൻസ് എടുക്കുക. ഏറ്റവും മുകളിൽ അത് ജസ്റ്റ് ആര് ചെയ്യുന്നത് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ഒരു 4 കൂടെ വീണ്ടും വരും. 4 അല്ല, ഒരു 6 കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം നേരത്തെക്കാട്ടി ഒരുപാട് പാടാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രോഡ്ബാൻഡിൻ്റെ അവിടെ കാണാൻ കഴിയും. അവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഏതാണോ ബ്രോഡ്ബാൻഡ്, ഇപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബ്രോഡ്ബാൻഡ് റീചാർജ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഇവിടെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. നമുക്കിപ്പം കേരള വിഷനാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം കേരള വിഷൻ എന്നൊന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം കേരള വിഷനകത്തോട്ട് നമുക്ക് പോകുന്നതാണ്. അങ്ങനെ കേരള വിഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ നെയിം, നമ്മുടെ ഓപ്പറേറ്ററിന് നമുക്ക് ആദ്യം തരുന്ന ഒരു യൂസർ നെയിമുണ്ട്, പാസ്വേഡും അത് എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് യൂസർ നെയിമും കാര്യങ്ങളും കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിലോട്ട് പോകുന്നതാണ്. അങ്ങനെ ബില്ല് വന്നിട്ടുണ്ട്. 470 രൂപ 82 വരുന്നത്. നിങ്ങൾക്ക് ഈ പ്ലാനൊക്കെ മാറ്റണമെങ്കിൽ കേരള വിഷൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുക. അതിനുശേഷം പേ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് പേ ചെയ്യുക. അങ്ങനെ പേ ചെയ്യുമ്പോൾ നമ്മുടെ എംപിനും കാര്യങ്ങളും സെലക്ട് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് വേണ്ടിയുള്ള ഇപ്പോൾ ഒരു ബ്ലാക്ക് സ്പോട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അങ്ങനെ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എത്ര രൂപയാണ് ക്യാഷ് ബാക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ അറിയാം. 5 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കാര്യങ്ങൾ റീചാർജ് ചെയ്യുന്നത്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ബ്രോഡ്ബാൻഡ് റീചാർജും കാര്യങ്ങളും ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ഒരു പുതിയൊരു വാട്സാപ്പ് ഗ്രൂപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു നമ്മുടെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും അതും കൂടെ കയറി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർ നമ്മളൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണേ. അപ്പോൾ ചെറിയ ബൈ.